ഈ തെരഞ്ഞെടുപ്പിൽ ഗുരുവായൂർ മണ്ഡലത്തെ വൈറലാക്കിയ ഒരു വ്യക്തിയുണ്ട്. നമ്മുടെ NDA സ്ഥാനാർത്ഥി ബി ഗോപാലകൃഷ്ണൻ. അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഗോപേട്ടാ, ഈ വൈറൽ എന്ന് പറയുമ്പോൾ പല രീതിയിലാണ്. ഡാൻസ് നമ്മൾ കണ്ടു, മുണ്ട് മടക്കിയുള്ള പ്രസംഗം നമ്മൾ കണ്ടു. അത്തരത്തിൽ പല രീതിയിൽ ഉറങ്ങിക്കിടന്ന മണ്ഡലത്തിനെ ഉണർത്തിയെന്ന് വേണം പറയാൻ. അത്രത്തോളം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എത്രത്തോളം പ്രതീക്ഷയുണ്ട്? ശുഭപ്രതീക്ഷയാണ്. ഏത് തെരഞ്ഞെടുപ്പും നമ്മൾ പ്രതീക്ഷയോടെ വേണം നമ്മൾ നേരിടാൻ. ശുഭപ്രതീക്ഷയോടെ നേരിട്ടു. റിസൾട്ട് എന്താകും എന്നുള്ളതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രിയിൽ ഞങ്ങളുടെ അനാലിസിസ് ഉണ്ടായിരുന്നു. ആ അനാലിസിസ് പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല. ഒരത്ഭുതം ഉണ്ടാവും. കാരണം ഗുരുവായൂർ എന്ന് പറയുന്നത് ഒരു അത്ഭുതത്തിൻ്റെ കേന്ദ്രമാണ്. ആ പൂന്താനത്തിനായാലും മേൽപ്പത്തിയൂരിനായാലും എല്ലാവർക്കും അത്ഭുതമുണ്ടാക്കിയിട്ടുള്ള ഒരു പ്രദേശമാണ് ഗുരുവായൂർ. രാഷ്ട്രീയ അത്ഭുതം ഗുരുവായൂരിൽ സംഭവിക്കും. ഈ വിവാദങ്ങൾക്ക് അതീതമായ ഒരു വിജയം ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ടോ? കാരണം നിരവധി ഇത്തരത്തിലുള്ള ട്രോളുകൾ അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരത്തിലുള്ള അപകീർത്തികരമായിട്ടുള്ള പോസ്റ്റുകളൊക്കെ ഗോപാലകൃഷ്ണനെതിരെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനൊക്കെ അതിജീവിച്ച് വലിയൊരു വിജയം കൈവരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. എന്താ സംശയം? എത്ര ട്രോൾ വരുന്നോ അത്രയും നമ്മൾ വളരും. എത്ര ട്രോൾ വരുന്നോ അത്രയും നമ്മളെ അനുകൂലിക്കുന്നവരുണ്ടാവും. ഞാൻ പറഞ്ഞതൊന്നും അസത്യമല്ല. ഞാൻ പറഞ്ഞതെല്ലാം യാഥാർത്ഥ്യമാണ്. പലരുടെയും ഉള്ളിൽ നൊന്ത് വേദനിച്ച് വിഷമിച്ച് നിൽക്കുന്ന കാര്യങ്ങൾ അവർക്ക് പറയാൻ ധൈര്യമില്ല. ഒരു പൊളിറ്റീഷ്യൻ സത്യസന്ധമായ കാര്യങ്ങൾ മുഖത്ത് നോക്കി വിളിച്ചു പറയണം. ഹിപ്പോക്രസി കാണിക്കുന്ന പൊളിറ്റിക്സ് എനിക്കില്ല. സത്യം സത്യമായി, യാഥാർത്ഥ്യമായി പറയും. അതിൻ്റെ പേരിൽ ഞാൻ പരാജയപ്പെട്ടാൽ പരാജയപ്പെടേണ്ടത്, അതിൻ്റെ പേരിൽ ഞാൻ വിജയിച്ചാൽ വിജയിക്കട്ടെ. പക്ഷെ പറയേണ്ട സമയത്ത് പറയണം. ഞാൻ MLA ആയാൽ ഗുരുവായൂരപ്പൻ മെഡിക്കൽ കോളേജ് കൊണ്ടുവരും. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഗുരുവായൂരിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ്. നമ്മുടെ സന്ദേശവും നമ്മുടെ പ്രവർത്തനവും ഒരു ജയിക്കാൻ പോകുന്ന തരത്തിലേക്ക് ഉയർന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതാണ് വലിയ വിജയപ്രതീക്ഷ ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ ബി ഗോപാലകൃഷ്ണൻ നമ്മോട് പങ്കുവച്ചത്. ഈ ഗുരുവായൂരിൽ ഒരു മാറ്റം അവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ആ മാറ്റം ഇത്തവണ എന്തായാലും ഉണ്ടാകുമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ചന്ദ്രജോസിനൊപ്പം ഹരീഷ് നാരായൺ, അമൃത ന്യൂസ്, തൃശ്ശൂർ.